ഹായ് ഫ്രണ്ട്സ്, രഞ്ജിയാണ്. രഞ്ജിത് കുമാർ ഫ്രം മാൻ കൺസൾട്ടിങ്. നമ്മുടെ ഇൻകം പ്രൊട്ടക്ഷൻ എന്നുള്ള സീരീസിനെ കുറിച്ചുള്ള വളരെ ബ്യൂട്ടിഫുള്ളായ കുറേ വീഡിയോസാണ് ഒരു സീരീസ് ഓഫ് വീഡിയോസാണ് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇൻകം പ്രൊട്ടക്ഷൻ നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനഫ് ഇൻഷുറൻസ്, കൃത്യമായ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടാവുക എന്നുള്ളത്. അതിനുശേഷം നമ്മുടെ ബേസ് വേണ്ടി വരുന്നത് കൃത്യമായ ഹെൽത്ത് ഇൻഷുറൻസ്, അതുപോലെ തന്നെ എമർജൻസി ഫണ്ട്. നമ്മൾ ആദ്യം ഇന്ന് സംസാരിക്കുന്നത് ഇൻകം പ്രൊട്ടക്ഷൻസ്. അപ്പോൾ ഇൻകം പ്രൊട്ടക്ഷൻസ് നമ്മൾ സാധാരണ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ബ്ലൈൻഡ്ലി നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതല്ല, കൃത്യമായിട്ട് നമ്മളെ വാല്യൂ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിന് പറയുന്നത് HLV, ഹ്യൂമൻ ലൈഫ് വാല്യൂ. എല്ലാ മനുഷ്യനും അവൻ്റേതായ വാല്യൂ ഉണ്ട്. നമുക്ക് വെഹിക്കിൾസ് ഉണ്ടാവും, ആക്സസറീസ് ഉണ്ടാവും, TVs ഉണ്ടാവും, മറ്റു പലതും ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഇൻഷുർ ചെയ്യുന്നത് അതിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടാണ്. IDV, ഇൻഷുർഡ് ഡിക്ലെയർഡ് വാല്യൂ. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങുന്ന എല്ലാ സാധനവും അതിൻ്റെ വിലക്കനുസരിച്ച് ഇൻഷുർ ചെയ്യുമ്പോൾ നമ്മൾ സ്വയം ഇൻഷുർ ചെയ്യേണ്ടത് നമ്മുടെ വിലക്കനുസരിച്ചിട്ടില്ലേ. അതിന് കൃത്യമായിട്ട് നമ്മൾ പല ടൂൾസ് ഉണ്ട് നമുക്ക് നമ്മുടെ വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടി. അതിന് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നത്, സപ്പോസ് ഒരാളുടെ എക്സ്പെൻസസ് നമുക്കൊരു ഇൻകം റീപ്ലേസ്മെൻ്റ് ആയിട്ട് നമുക്കിതിനെ കാണാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വി ഷുഡ് ഹാവ് എക്സ്പെൻസസ് റീപ്ലേസ്മെൻറ്റ്. കാരണം അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മുടെ ഫാമിലിൻ്റെ എക്സ്പെൻസസ് എങ്കിലും കവർ ചെയ്യുന്ന തരത്തിലുള്ള ഇനഫായ ഇൻഷുറൻസ് വേണം. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറയുന്നത്, ഒരാൾക്ക് 50,000 ആണ് അയാളുടെ മന്ത്ലി എക്സ്പെൻസസ്. അൺഫോർച്ചുനേറ്റ് സിനാരിയോയിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ, അയാളെ ഒരിക്കലും നമുക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഒരു ഹസ്ബൻഡിനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, ഒരു കുട്ടിക്ക് അച്ഛനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് അയാളുടെ എക്സ്പെൻസ്, അയാളുടെ കാരണം വീട് മുന്നോട്ട് പോകണമെങ്കിൽ 50,000 വേണം. ആ ഒരു 50,000 നമുക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. അപ്പോൾ ഈ 50,000 അയാളുടെ ആബ്സെൻസിൽ പോലും വീട്ടിലേക്ക് എത്തേണ്ട തരത്തിലുള്ള ഒരു ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ വേണം. ഇവിടെ ഒരു 50,000 അയാളുടെ വീട്ടിലേക്ക് അയാളുടെ ആബ്സെൻസിൽ പോലും എത്തണമെങ്കിൽ 1 crore അയാളുടെ ബാങ്കിൽ വേണം. അറ്റ്ലീസ്റ്റ് ഹി ഷുഡ് ഹാവ് 1 crore ഒരു FD, ഫിക്സഡ് ഡെപ്പോസിറ്റ് എങ്കിലും അയാളുടെ ബാങ്കിൽ വേണം. അങ്ങനെ മാത്രമേ ഒരു 6% കണക്കിൽ അയാൾക്കൊരു 6 lakhs ആയിരിക്കും ഒരു ഇയർലി അയാൾക്ക് കിട്ടുക. അപ്പോൾ അയാൾക്കൊരു 50,000 മന്ത്ലി അയാളുടെ ഫാമിലിക്ക് കിട്ടും. പക്ഷെ അയാളുടെ മോസ്റ്റ് ഓഫ് ദ പെർസെൻറ്റേജ് നമുക്കൊരു 1 crore FD ഉണ്ടാവണമെന്നില്ല. അത് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈസി വേ എന്താണ്, ഹി ഷുഡ് ഹാവ് എ പ്രോപ്പർ 1 crore ലൈഫ് ഇൻഷുറൻസ് ഓൺ ദ സ്പോട്ടിൽ അയാളുടെ ഫാമിലിക്ക് ഒരു 1 crore ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അൺഫോർച്ചുനേറ്റ് സിനാരിയോ അല്ലേ, അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ കൃത്യമായിട്ട് 1 crore എമൗണ്ട് കൊടുക്കും. അയാളുടെ ഫാമിലിക്ക് സർവൈവ് ചെയ്യാൻ പറ്റും, അവരുടെ എക്സ്പെൻസസ് എങ്കിലും റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഈ ഷുഡ് ഡു മിനിമം നമ്മളൊരു 1 crore ഒരു 50,000 എക്സ്പെൻസ് ഉള്ള ഒരാൾക്ക് 1 crore ഒരു ഇൻഷുറൻസ് വേണം. ചിലപ്പോൾ നോർമൽ ഒരു എൻഡോമെൻറ്റ് പ്ലാൻ എടുക്കാൻ പറ്റില്ലായിരിക്കും. ഇറ്റ്സ് ബെറ്റർ വേ ടേം ഇൻഷുറൻസ് എടുക്കുക. കൃത്യമായ ഒരു ടേം ഇൻഷുറൻസിന് പ്രീമിയം കുറവാണ്. മേക്ക് ഷുവർ വെ പ്രോപ്പർ ടേം ഇൻഷുറൻസ്. അതുപോലെ തന്നെ നമ്മൾ റിസ്ക് അനുസരിച്ചിട്ടായിരിക്കണം കൃത്യമായിട്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കേണ്ടത്. അപ്പോൾ ഏത് ടൈപ്പ് റിസ്ക്കിലുള്ള ആൾക്കാരാണ് നമ്മുടെ സൊസൈറ്റിയിലുള്ളത് ഞാൻ അടുത്ത വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ യർ ടൈം.